ചേച്ചി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് കെ ശൈലജയെ മട്ടന്നൂർ മത്സരിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പൊ ഇന്ന് അത് കൃത്യമായിരിക്കുന്നു, പേരാവൂരാണ് മത്സരിക്കുക, മട്ടന്നൂർ മത്സരിപ്പിക്കുന്നില്ല എന്നുള്ളത്. ഇതിപ്പോ കെ ശൈലജയെ ഒതുക്കാൻ വേണ്ടി CPM ചെയ്തതാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്ന രീതിയിലേക്കായില്ലേ കാര്യങ്ങൾ? പക്ഷെ പാർട്ടി പറയുന്നത് അങ്ങനെയല്ല. മട്ടന്നൂരിൽ അത് ആർക്കും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഭൂരിപക്ഷത്തോടു കൂടിയാണ് കെ ശൈലജ അന്ന് വിജയിച്ചത്. അപ്പോ അവിടെ ഈ സാധാരണ ഈ കണ്ണൂരൊക്കെ പറയുന്ന സ്ഥിരം ഒരു ഡയലോഗ് ഉണ്ട്, അവിടെ ഏത് കുറ്റിച്ചൂളിനെ നിർത്തിയാലും വിജയിക്കും എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അവിടെ ആരെ നിർത്തിയാലും വിജയിക്കും എന്നൊരു രീതിയിൽ. അപ്പോൾ പിന്നെ കെ ശൈലജയെ പോലെ അത്രയും ജനസമ്മതിയുള്ള, അതായത് കേരളം മൊത്തം ടീച്ചറമ്മ എന്ന് വിളിക്കുകയും കോവിഡ് കാലത്ത് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ആൾക്കാരുടെ മുഴുവൻ ആ ഒരു പ്രീതിക്ക് പാത്രമാവുകയും മാത്രമല്ല കഴിഞ്ഞ തവണ കെ ശൈലജ മുഖ്യമന്ത്രിയാകുമെന്ന് തന്നെ ഒരു വലിയ വിഭാഗം പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്തു. അവരൊരു വെറും MLA മാത്രമായി ഇരുന്ന ഒരാളല്ല. അപ്പൊ അവരുടെ ആ ഒരു പ്രഭാവം, വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് ആ മട്ടന്നൂരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അപ്പോൾ ഒരു മന്ത്രിയായിരുന്ന, ഒരു കാര്യക്ഷമമായ തന്നെ മന്ത്രിയായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് അപ്പോ CPM-ന്റേതല്ലാത്തൊരു ഇടത്ത് പോയി CPM-ന് ഹോൾഡ് ഉണ്ടാക്കി എടുക്കുക എന്ന ഒരു നിയോഗം പാർട്ടി കൊടുത്തതായിട്ട് വ്യാഖ്യാനിക്കാവുന്നതല്ലേ അതിനെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ നിയോഗവുമായി ഈ പറയുന്ന ടീച്ചറമ്മ എന്ന് പറയുന്ന അത്രയും, അല്ലെങ്കിൽ കേരളത്തില് ഏറ്റവും നല്ല ആരോഗ്യമന്ത്രി എന്ന് പറയുകയും ടീച്ചറമ്മയാണ്, ടീച്ചറമ്മ നിന്നാൽ എവിടെ നിന്നാലും പാട്ടും പാടി ജയിക്കും എന്ന് പറഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയാവുകയും അവിടെ പരാജയപ്പെട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ മനസ്സിലായതല്ലേ ഈ പറയുന്ന ഇത്രയും വലിയ ഇമേജ് ഒന്നും പക്ഷെ അന്ന് അവരുടെ എതിരാളിയായിരുന്നത് ഷാഫി പറമ്പിലായിരുന്നു. കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളറായ ചുറുചുറുക്കുള്ള യുവജന നേതാവായ ഷാഫി പറമ്പിലായിരുന്നു മത്സരിക്കാനുണ്ടായത്. ഞാൻ പറയട്ടെ, അതും ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അത് വേറൊരു കാര്യം, ഇപ്പോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എല്ലായ്പ്പോഴും UDF-ന് തന്നെയാണ് ഇവിടെ പ്രയോറിറ്റി കൂടുതൽ. ആൾക്കാർ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് UDF-നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ഘടകം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത്, അടുത്ത ഘടകം ഷാഫി പറമ്പിലായിരുന്നു എതിരാളി എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യം കൊണ്ട് തന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ CPM-നും പറയുന്നത്, അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ആരോഗ്യ മേഖലയിൽ ഏറ്റവും നന്നായി നിന്ന രാഷ്ട്രീയ കേരളം പറഞ്ഞ മുഖ്യമന്ത്രിയായി ഉയർന്നു വരാൻ കഴിവുള്ള സ്ത്രീയാണ് കെ ശൈലജ. പക്ഷെ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ? അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വൈബേ ഒന്ന് വേറെയാണ്. കാരണം 18 സീറ്റിലും ജയിച്ചത് ആരാണ്? UDF തന്നെയാണ്. അപ്പൊ മൊത്തത്തില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു UDF അനുകൂല തരംഗം തന്നെയാണ് കേരളത്തിൽ മുഴുവനുള്ളത്. കാരണം കേന്ദ്രത്തിനെ അല്ല, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് അനുകൂല അല്ലെങ്കിൽ UDF അനുകൂല തരംഗമാണെന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം പറയുന്നതും നിലവിലെ സാഹചര്യം കോൺഗ്രസ് അനുകൂല അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂലമായ കാറ്റാണെന്നല്ലോ. അങ്ങനെയാണെങ്കിൽ പേരാവൂർ കെ ശൈലജ പരാജയപ്പെടുമോ? അല്ല, ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ ആ ചായ്വങ്ങ് മാറി, ഭരണവിരുദ്ധ വികാരം സജീവമായിരുന്നു കേരളത്തിൽ. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് UDF-ന്റെ വോട്ട് ശതമാനം കൂടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഭരണവിരുദ്ധ വികാരം ഇല്ല. ഇപ്പോ ചിലപ്പോൾ മട്ടന്നൂരിൽ നിന്നാലും അഥവാ വിജയിക്കുമെങ്കിൽ പോലും വോട്ട് ശതമാനം കുറയാൻ സാധ്യതയുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ സർവേകൾ പ്രകാരം UDF-നാണ് മുൻതൂക്കം. അപ്പോ LDF കരുതുന്നത് എന്തായിരിക്കാം, അല്ല CPM കരുതുന്നത് എന്തായിരിക്കാം? ഇപ്പൊ മട്ടന്നൂർ പോലെയുള്ള സ്ഥലത്ത് CPM ജയിക്കും, ഈ അവരുടെ സ്ഥിരം ഭാഷ അനുസരിച്ച് ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയാലും വിജയിക്കും. അപ്പൊ പിന്നെ അവിടെ കെ ശൈലജ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. പകരം അവർക്ക് മറ്റൊരിടത്തേക്ക് ആധിപത്യം സ്ഥാപിക്കാൻ, പിടിച്ചെടുക്കാൻ UDF-ന് പ്രയോറിറ്റി ഉള്ള ഒരു സീറ്റ് CPM മത്സരിച്ച് വോട്ട് വിഹിതം കൂട്ടിയാൽ അതിനൊരു വിജയമായി തന്നെ കണക്ക് കൂട്ടാം എന്ന് പാർട്ടി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റുണ്ടോ? അതിൽ തെറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, രണ്ട് നിയമം അല്ലെങ്കിൽ രണ്ട് രീതി ശരിയല്ലല്ലോ. ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുഖ്യമന്ത്രിയെ വെച്ച് താരതമ്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയായി ഉയർന്നു വരാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ കഴിവുള്ള ആളാണ് കെ ശൈലജ എന്ന് പാർട്ടി അടക്കം അല്ലെങ്കിൽ CPM അടക്കം പറയുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതുപ്പള്ളിയിൽ പോയി മത്സരിക്കട്ടെ, അല്ലെങ്കിൽ ധർമ്മടം വിട്ട് മറ്റൊരു കോൺഗ്രസിന് ഉറപ്പുള്ള, അല്ലെങ്കിൽ കോൺഗ്രസ് വർഷങ്ങളായി കോൺഗ്രസിലെ MLA ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ഉറപ്പുള്ള സിറ്റിംഗ് സീറ്റിൽ ധർമ്മടം വിട്ട് പിണറായി വിജയൻ മത്സരിക്കും. അതൊരു ശരിയായ പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവര് പിന്നെ ഇത്ര ടേം മത്സരിച്ചു കഴിഞ്ഞു എന്നൊക്കെ ഓരോ കാരണങ്ങൾ പറയുമ്പോൾ അതിവിടെ പലർക്കും അത് ബാധകമല്ലാതിരിക്കുന്നത് ഒരു ചോദ്യം തന്നെ, ഒരു ചോദ്യമാണ്. വ്യവസ്ഥകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഈ കോട്ടകളെല്ലാം തകർക്കേണ്ടത് ഇത്തരം സ്ത്രീകൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായി വരുന്ന, ഇപ്പോ
കെ ശൈലജ എടുക്കുമ്പോൾ മുഖ്യമന്ത്രി വരെ ആകാൻ കഴിവുള്ളവരാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പിണറായി വിജയൻ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ കോൺഗ്രസിന്റെ അല്ലെ UDF കോട്ടകളൊക്കെ അത് തകർക്കട്ടെ എന്ന മാത്രമല്ല, നിലപാടാണോ? ഇവരെ മാത്രമല്ലല്ലോ, ഇപ്പോ മുതിർന്ന നേതാക്കൾ പലരെയും ഇവർ മത്സരിക്കാൻ പരിഗണിച്ചിട്ടില്ല. CPM നേരത്തെ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തോമസ് ഐസക്, അല്ല, MM മണി ഈ ഇവരൊന്നും സ്ഥാനാർത്ഥിമാരാകില്ല. അല്ലെ തോമസ് ഐസക്കിന്റെ കാര്യം പറയുമ്പോൾ തോമസ് ഐസക്, MM മണി അവരുടെ ഒരു കാറ്റഗറിയിലല്ല KK ശൈലജ KK വരുന്നത്. ശൈലജ ഉള്ളത്. പിന്നെ തോമസ് ഐസക്കിന്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു വിഭാഗം പറഞ്ഞിരുന്നു, അത് ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ഒരു പേരാണ് തോമസ് ഐസക്കിന്റെ എന്ന് ആദ്യ സമയത്ത് ഒരു ചർച്ച നടന്നിരുന്നു. അതുകൊണ്ടായിരിക്കും തോമസ് ഐസക്കിനെ വെട്ടിയിട്ടുള്ളത്, അല്ലാന്ന് പറയാൻ പറ്റുമോ? M സ്വരാജ്, PK ബിജു, പുത്തലത്ത് ദിനേശൻ, EP ജയരാജൻ എന്നിവർ പോലും മത്സരിക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോ സൗമ്യ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കോട്ടയിൽ പോയി മുഖ്യമന്ത്രി ഇവിടെ കേരളത്തിലെല്ലാം പിണറായിസമാണ്, ആൾക്കാരെല്ലാം പിണറായി ആരാധകരാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മത്സരിക്കണം എന്ന് പറയുന്നത് നല്ലൊരു പോയിന്റ് തന്നെയാണ്. മത്സരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ ധർമ്മടത്ത് ഏത് കുറ്റിച്ചൂളിനെ നിർത്തിയാലും ജയിക്കുമായിരിക്കും. അങ്ങനെ ജയിക്കുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഇത്രയും ഉറപ്പുള്ള സ്ഥലത്ത് ഇത്തരം നേതാക്കൾ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണക്കാരായിട്ടുള്ള ആരെ നിർത്തിയാലും മതിയല്ലോ. അതൊരു പ്രശ്നമല്ലല്ലോ. അങ്ങനെ KK ശൈലജയെ വെച്ച് മാത്രം ഒരു പരീക്ഷണം നടത്തുന്നത് എന്തിനാ? അവർ സ്ത്രീ ആയതുകൊണ്ടോ? 2006 ശൈലജയെ കൈവിടാത്ത ജനങ്ങളാണ് പേരാവൂരിലുള്ളത്. അത് കഴിഞ്ഞ് 2011 സണ്ണി ജോസഫ് പേരാവൂർ തിരിച്ചു പിടിക്കുമ്പോൾ ഒരു 3500ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സണ്ണി ജോസഫിന് ഉണ്ടായിരുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ CPM-ന് അടിവേരുള്ള മണ്ണാണ് പേരാവൂർ എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ കോൺഗ്രസ് പിടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടായിരിക്കാം അവിടെ പിന്നെ കോൺഗ്രസ് നിലനിന്ന് പോയത്. അങ്ങനെയാണെങ്കിൽ പാർട്ടി 2016-ലും 2023-ലും പേരാവൂർ തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, സാധിച്ചില്ല. ഇപ്പോ KK ശൈലജയിലൂടെ തിരിച്ചു വീണ്ടും അതായത് CPM-ൽ നിന്നും UDF കൈയടക്കിയത് സണ്ണി ജോസഫിലൂടെ ആയിരുന്നു. ഇപ്പോ KK ശൈലജ 2006-ൽ അവിടെ മത്സരിച്ച് വിജയിച്ചിരുന്നു. 2011-ൽ പരാജയപ്പെടുകയും ചെയ്തു. അല്ല, അത് KK ശൈലജ അല്ലല്ലോ പരാജയപ്പെട്ടത്. KK ശൈലജ CPM-ന് വേണ്ടി നേടിയ സീറ്റാണ് പേരാവൂർ. ഇപ്പോ വീണ്ടും സണ്ണി ജോസഫും KK ശൈലജയും തമ്മിൽ അവിടെ പോരാടുമ്പോൾ അത് പുതിയൊരു അംഗത്തിനാണ് വഴിയൊരുക്കുന്നത്. കാരണം KK ശൈലജ CPM-ന്റെ കയ്യിലാക്കിയിരുന്ന സീറ്റായിരുന്നു. അത് 2011-ൽ സണ്ണി ജോസഫ് CPM-ൽ നിന്നും കോൺഗ്രസിലേക്ക് കൊണ്ടുപോയി. ഇവർ രണ്ടുപേരും കൂടെ അവിടെ പോരടിക്കുമ്പോൾ അതൊരു പുതിയൊരു മത്സരം, ഒരു പുതിയൊരു ആവേശം. അപ്പോൾ തീരുമാനിക്കാം പേരാവൂർ ആരുടെ ഒപ്പമാണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ അറിയാൻ കഴിയും.